കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. ശ്രീ സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. എത്ര എത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമതരാക്ഷസാന്തകം. നമ്മൾ 9-ാം സർഗം ഉത്തരകാണ്ഡം 9-ാം സർഗത്തിലത്തെ 55-ാമത്തെ ശ്ലോകത്തിൽ എന്താണ് നമ്മൾ കണ്ടത് വെച്ചാൽ, ലക്ഷ്മണൻ ആദ്യം തന്നെ അനന്തൻ പാമ്പായി അല്ലേ, സർപ്പശരീരത്തെ ആദിശേഷനായി തീർന്നു. ഭരതൻ ദിവ്യമായ ശംഖായി തീർന്നു. ശത്രുഘ്നൻ ഭഗവാന്റെ സുദർശന ചക്രമായി എന്നാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. 56 സീതാച ലക്ഷ്മീരഭവൽ പുരൈവ രാമോ ഹി വിഷ്ണു പുരുഷപുരാണ സഹാനുജ പൂർവശരീരകേണ ബഭൂവ തേജോമയ ദിവ്യമൂർത്തി. സീതാച സീതയും പുരാ ഏവ മുമ്പേ തന്നെ ലക്ഷ്മി അഭവത് ലക്ഷ്മി ദേവിയായിട്ട് പോയിരിക്കുന്നു. സഹാനുജ രാമ അനുജന്മാരോട് കൂടിയ രാമൻ പൂർവശരീരകേണ പൂർവശരീരത്തോടു കൂടെ തന്നെ തേജോമയ ദിവ്യമൂർത്തി തേജോമയിയായ ദിവ്യസ്വരൂപത്തോടു കൂടി പുരാണപുരുഷ വിഷ്ണു ബഭുവ പുരാണപുരുഷനായ വിഷ്ണുവായി ഭവിച്ചു. എല്ലാവരും അവനവരുടെ സ്വസ്വരൂപം സ്വീകരിച്ചു. സീത ഇതിനു മുമ്പ് തന്നെ മഹാലക്ഷ്മിയായി ഭവിച്ചേർന്നു. അനുജന്മാരോട് കൂടിയിട്ടുള്ള രാമൻ അതേ ശരീരത്തോടു കൂടി തന്നെ ഒരാൾ വിഷ്ണുവായി, ഒരാൾ ശംഖായി, ഒരാൾ ചക്രായി, ഒരാൾ അനന്ത ആദിശേഷനായി, അങ്ങനെ ഭഗവാൻ മഹാവിഷ്ണുവായിട്ട് ഭവിച്ചു. അങ്ങനെയാണല്ലോ, ഭഗവാൻ മഹാവിഷ്ണു ആണല്ലോ. പിന്നെ മറ്റവരൊക്കെ നമ്മൾ പറഞ്ഞ പോലെ ആയി സീതലക്ഷ്മി. സീതാച ലക്ഷ്മീരഭവൽപുരൈവ രാമോ ഹി വിഷ്ണു പുരുഷപുരാണ സഹാനുജ പൂർവശരീരകേണ ബഭൂവ തേജോമയ ദിവ്യമൂർത്തി. 57 വിഷ്ണും സമാസാദ്യ സുരേന്ദ്രമുഖ്യ ദേവാശ്ച സിദ്ധാ മുനയശ്ച യക്ഷാഃ പിതാമഹാദ്യാ പരിതപരേശം സ്തവൈർഗുണന്ത പരിപൂജയന്ത. സുരേന്ദ്രമുഖ്യ അതായത് ദേവേന്ദ്രൻ മുതലായ എല്ലാ ദേവന്മാരും, സിദ്ധാഃ സിദ്ധന്മാരും, മുനയ മഹർഷിമാരും, യക്ഷാഃ യക്ഷന്മാരും, പിതാമഹാദ്യ അതായത് ബ്രഹ്മാദിദേവകളും, പരേശം വിഷ്ണും സമാസാദ്യ പരമേശ്വരനായ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് പോയിട്ട് പരിതഃ നാലു ഭാഗത്ത് നിന്നിട്ട് സ്തവൈഹി സ്തോത്രങ്ങൾ കൊണ്ട് ഗൃണാന്ത സ്തുതിക്കുന്നവരും പരിപൂജയന്ത പൂജിക്കുന്നവരുമായി. അതായത് എല്ലാ ദേവന്മാരും, ബ്രഹ്മാവും ശിവനും എല്ലാ ദേവന്മാരും ഗന്ധർവന്മാരും, അതായത് ഈ സെലസ്റ്റിയൽ ബീങ്സ് എല്ലാവരും തന്നെ ഭഗവാന്റെ 4 പുറം സർവേശ്വരനായ വിഷ്ണുവിൻ്റെ അടുത്ത് വന്ന് 4 ഭാഗവും നിന്ന് സ്തോത്രങ്ങൾ കൊണ്ട് സ്തുതിക്കുകയും പൂജിക്കുകയും ചെയ്തു. വിഷ്ണു സമാസാദ്യ സുരേന്ദ്രമുഖ്യ ദേവാശ്ച സിദ്ധാമുനയശ്ച യക്ഷാ പിതാമഹാദ്യ പരിതപരേശം സ്തവൈർഗൃണന്ത പരിപൂജയന്തഃ ആനന്ദസംപ്ലാവിതപൂർണചിത്ത ബഭൂവിരേ പ്രാപ്തമനോരഥാസ്തേ തദാഹ വിഷ്ണുദ്രുഹിണം മഹാത്മാ ഏതേ ഹി ഭക്താ മയി ചാനുരക്താഃ. തേ അവർ ആനന്ദസംപ്ലാവിത പൂർണ്ണചിത്ത ആനന്ദം കൊണ്ട് നിറഞ്ഞ മനസ്സോടുകൂടിയവരായും പൂർണ്ണ മനോരഥം പൂർണ്ണമായി സാധിച്ചവരുമായിട്ട് ബഭൂവിരെ ഭവിച്ചു. മഹാത്മാ വിഷ്ണു സർവാത്മാവായിട്ടുള്ള വിഷ്ണു തഥാ ദുർഹിണം അപ്പോൾ ബ്രഹ്മാവിനോട് പറഞ്ഞു, ഏതേ ഇവർ ഭക്തന്മാരും മയി എന്നിൽ അനുരാഗമുള്ളവരാകുന്നു. അതായത് എന്താ പറഞ്ഞറിയോ, ഈ ബ്രഹ്മാദി ദേവന്മാരും മുഴുവനെ അത്രയധികം സന്തോഷത്തോടു കൂടിയിട്ട് അവരുടെ ആഗ്രഹം, അതായത് ദുഷ്ടനിഗ്രഹവും ഭൂമിഭാരം തീർക്കലും പരിപൂർണമായിട്ട് സാധിച്ചപ്പോൾ അതിലുള്ള സന്തോഷം കൊണ്ട് അവരെല്ലാവരും ആത്മാവായിരിക്കുന്ന എല്ലാവരുടെ അന്തര്യാമിയായിട്ടുള്ള മഹാവിഷ്ണു തൻ്റെ ഒരുമിച്ച് യാത്ര ചെയ്തിരുന്നവരെ ഉദ്ദേശിച്ച് കുറേ അയോധ്യയിൽ നിന്ന് എല്ലാവരും പോയി പറഞ്ഞില്ലേ ഭഗവാന്റെ കൂടെ. അപ്പോൾ അവരെയൊക്കെ ഉദ്ദേശിച്ച് ബ്രഹ്മാവിനോട് ഇങ്ങനെ അവരുടെ സ്തുതിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഭഗവാൻ ബ്രഹ്മാവിനോട് പറഞ്ഞു, എൻ്റെ കൂടെ വന്നവരെ പറ്റിയാണ് പറയണത്. ഭഗവാന്റെ കൂടെ വന്നവരെ പറ്റി എന്ത് പറഞ്ഞു? ഇപ്പം അയോധ്യയിൽ നിന്ന് എൻ്റെ കൂടെ വന്നിട്ടുണ്ടല്ലോ, ഇവരൊക്കെ എൻ്റെ ഭക്തന്മാരും എന്നിൽ അങ്ങേയറ്റം സ്നേഹമുള്ളവരുമാകുന്നു എന്നും ബ്രഹ്മാവിനോട് പറഞ്ഞു. അത്ര ഹോൾ അയോധ്യാപുരത്ത് പറഞ്ഞില്ലേ, ആബാലവൃദ്ധം ജനങ്ങളും അനുഗമിച്ചു പറഞ്ഞില്ലേ.
അപ്പോൾ സർവ്വപ്രാണികളും അനുഗമിച്ചു. അപ്പോൾ ബ്രഹ്മാവിനോട് പറഞ്ഞു, ശ്രീരാമൻ, ഇവരൊക്കെ എന്നോട് തീവ്രമായിട്ടുള്ള ഭക്തിയുള്ളവരും എന്നോട് തീവ്ര സ്നേഹമുള്ളവരുമാണ്. ആനന്ദ സംപ്ലാവിത പൂർണ്ണചിത്ത ബഭൂവിരേ പ്രാപ്ത മനോരഥാസ്തേ തദാഹ വിഷ്ണു ദ്രുഹിണം മഹാത്മാ. ദ്രുഹിണം ചാൽ ബ്രഹ്മാവാണ് കേട്ടോ. മഹാത്മാ ഏതേഹി ഭക്താ മയി ചാനുരക്താഹ യാന്തം ദിവം മാമനുയാന്തി സർവേ തിര്യക് ശരീരാ അപി പുണ്യയുക്താഹ വൈകുണ്ഠസാമ്യം പരമം പ്രയാന്തു സമാവിശസ്വാശു മമാജ്ഞയാത്വം. എന്താ പറഞ്ഞ? തിര്യക് ശരീരാഹാബി, അതായത് വൃക്ഷങ്ങളും പൂക്കളും ചെടികളും തിര്യക് യോനികളിൽ ശരീരം ധരിച്ചവരാണെങ്കിലും പുണ്യയുക്താഹ, അതായത് മൃഗങ്ങളും വൃക്ഷങ്ങളും ഒക്കെ ഉണ്ട്, അങ്ങനെ പുണ്യയുക്താഹ പുണ്യത്തോടു കൂടിയ സർവേ ഇവരെല്ലാം ഭഗവാൻ അവിടെ ഉണ്ടാവുകൊണ്ട് എല്ലാവർക്കും മോക്ഷം കിട്ടും. ദിവം യാന്തമ്മ വൈകുണ്ഠത്തെ എന്നെ അനുഗമിക്കുന്ന എന്നെ അനുയാന്തി, ഇവരെല്ലാവരും എന്നെ അനുഗമിക്കുന്നവരാണ്. ഞാൻ വൈകുണ്ഠത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഈ തിര്യക്ക്, അതായത് മൃഗയോനികളിൽ ജനിച്ചവർ പോലും എന്നെ അനുഗമിച്ചവരാണ്. വൈകുണ്ഠസാമ്യം പരമം പ്രയാന്തു, വൈകുണ്ഠതുല്യമായ പരമലോകത്തെ പ്രാപിക്കട്ടെ ഇവരൊക്കെ. മമ ആജ്ഞയ, എൻ്റെ കൽപ്പനപ്രകാരം ത്വം അങ്ങുന്ന് സമാവിശ്വസ്വ പ്രവേശിപ്പിച്ചാലും വൈകുണ്ഠസമായിട്ടുള്ള ലോകത്തിലേക്ക് ഇവരൊക്കെ പറഞ്ഞേക്കൂ പറഞ്ഞു. അതായത് ഈ മൃഗം ആയിട്ട് ജനിച്ചവർ, പല മൃഗങ്ങളും ഒക്കെ ഉണ്ടല്ലോ, എല്ലാ പ്രാണികളും ഉണ്ടേ. അപ്പോൾ മൃഗങ്ങളും പ്രാണികളും ഉൾപ്പെട്ട ഈ പുണ്യജീവികളായിട്ടുള്ള ഇവർ വൈകുണ്ഠ ലോകത്തിലേക്ക് ഞാൻ പുറപ്പെട്ടപ്പോൾ എൻ്റെ പിന്നാലെ എന്നെ അനുഗമിച്ച് വന്നവരാണ്. വൈകുണ്ഠത്തിന് തുല്യമായിട്ടുള്ള ഒരു നല്ല സ്ഥലം ഇവർക്ക് കൊടുക്കണം താമസിക്കാൻ. എൻ്റെ ആജ്ഞ അനുസരിച്ചിട്ട് ഇവരെ അങ്ങനെ വൈകുണ്ഠം പോലുള്ളൊരു സ്ഥലത്ത് താമസിപ്പിച്ചാലും പ്രവേശിപ്പിച്ചാലും എന്ന് ആജ്ഞാപിച്ചു ശരിക്ക് ബ്രഹ്മാവിനോട് ഭഗവാൻ. അത്രയ്ക്ക് ഭക്തവാത്സല്യമാണ്. ഈ ഭക്തന്മാരെയൊക്കെ എൻ്റെ കൂടെ വൈകുണ്ഠത്തിലേക്ക് വന്നതാണ്, അതുകൊണ്ട് വൈകുണ്ഠം പോലുള്ള സ്ഥലത്ത് ഇവരെ താമസിപ്പിക്കണം എന്ന് പറഞ്ഞു. യാന്തം ദിവം മാമനുയാന്തി സർവേ തിര്യക് ശരീരാ അപി പുണ്യയുക്താഹ വൈകുണ്ഠസാമ്യം പരമം പ്രയാന്തു സമാവിശസ്വാശു മമാജ്ഞയാ ത്വം. ശ്രുത്വാ ഹരേർവാക്യമഥാബ്രവീൽക്കഃ സന്താനികാൻ യാന്തു വിചിത്രഭോഗാൻ ലോകാൻ മദീയോപരി ദീപ്യമാനാം സ്ത്വദ്ഭാവയുക്താഹ കൃതപുണ്യപുഞ്ചാഹ. ഹരേഹ വാക്യം ശ്രുത്വ, ഹരിയുടെ വാക്കുകളെ കേട്ടിട്ട് അഥ കഹ അബ്രവീത്. കഹ എന്ന് പറഞ്ഞാൽ എന്താ? ക എന്ന് വിസർഗത്തോടു കൂടിയ ബ്രഹ്മാവാണ്. അഥ കഹ അബ്രവീത്, ബ്രഹ്മാവിൻ്റെ ഒരു പേരാണ് കഹ എന്ന്. അനന്തരം ബ്രഹ്മാവ് പറഞ്ഞു, മദീയോപരി ദീപ്യമാനാൻ, എൻ്റെ ലോകത്തിൻ്റെ ചുറ്റും വിളങ്ങുന്നവരും വിചിത്രഭോഗാൻ വിവിധ സുഖസാധനങ്ങളുള്ളവയും സാന്താനികമെന്നും പേരുള്ള ആയ ലോകങ്ങളെ തദ്ഭാവയുക്ത അങ്ങയിൽ ഭക്തിയുള്ളവരും കൃതപുണ്യപുഞ്ചാഹ എത്രയോ അധികം പുണ്യം ചെയ്തവരുമായ ഇവർ യാന്തു യാനം ചെയ്യട്ടെ. അപ്പോൾ ഭഗവാൻ പറഞ്ഞ പോലെ ചെയ്യാമെന്ന് പറയണം ബ്രഹ്മാവേ. അതായത് ഭഗവാൻ കൽപ്പിച്ചത് കേട്ട ഉടനെ ബ്രഹ്മാവ് പറഞ്ഞു, അങ്ങയിൽ അത്ര പരമഭക്തിയുള്ളവരും ജന്മജന്മാന്തരങ്ങളായിട്ട് ഒരുപാട് പുണ്യം ചെയ്തവരുമായ ഇവര് എൻ്റെ ലോകത്തിൻ്റെ മുകളിലായിട്ട്, വൈകുണ്ഠത്തിന് താഴെയായിട്ട് എൻ്റെ ലോകത്തിൻ്റെ മുകളിലായിട്ട് പ്രകാശമാനവും എല്ലാ സുഖങ്ങളും നിറഞ്ഞതുമായിട്ട് ഒരു ലോകമുണ്ട്. അതിൻ്റെ പേരാണ് സാന്താനികം എന്ന്. ഞാൻ ആ സാന്താനികം എന്ന് പേരുള്ള ലോകത്തിലേക്ക് ഇവരെ പ്രവേശിപ്പിക്കാം എന്ന് പറഞ്ഞു. വൈകുണ്ഠം പോലുള്ള സ്ഥലത്ത് വേണമെന്ന് പറഞ്ഞുവല്ലോ, അതുകൊണ്ട് പറഞ്ഞു ബ്രഹ്മലോകത്തിന് മീതെ, വൈകുണ്ഠത്തിൻ്റെ താഴെയായിട്ട്, ബ്രഹ്മലോകത്തിന് മീതെയായിട്ട് ഒരു ലോകമുണ്ട്. ആ ലോകത്തിൻ്റെ പേര് സാന്താനികം എന്നാണ്. അപ്പം അങ്ങയുടെ പരമഭക്തരെയും അങ്ങയിൽ അങ്ങേയറ്റം സ്നേഹം ഉള്ള അങ്ങയുടെ ഈ കൂടെ അങ്ങയുടെ അനുഗമിച്ചു വന്ന എല്ലാവരെയും ഞാൻ സാന്താനികം എന്ന് പേരുള്ള വളരെ സുഖസാമഗ്രികൾ നിറഞ്ഞ അത്യന്തം പ്രകാശമാനമായിട്ടുള്ള ആ ലോകത്തിൽ അവരെ താമസിപ്പിക്കാം, അല്ലെങ്കിൽ അവരെ പ്രവേശിപ്പിക്കാം എന്ന് പറഞ്ഞു. ശ്രുത്വാ ഹരേർവാക്യമഥാബ്രവീത് കഃ സാന്താനികാൻ യാന്തു വിചിത്രഭോഗാൻ ലോകാൻ മദീയോപരി ദീപ്യമാനാ സ്വർഭാവയുക്താഃ കൃതപുണ്യപുഞ്ചാഃ യേ ചാപി തേ രാമപവിത്രനാമ ഗൃണന്തി മർത്യാലയകാല ഏവ അജ്ഞാനതോ വാപി ഭജന്തു ലോകം സ്ഥാനേവ യോഗൈരപി ചാധിഗമ്യാൻ. രാമ, അല്ലയോ രാമ, യേ മർത്യാഃ, ഏതൊരു മനുഷ്യന്മാർ
അന്തകാലേ ഏവ അവസാനത്തിൽ മാത്രം അജ്ഞാനതഃ വാ അഭി അജ്ഞാനിയാണെങ്കിലും അറിയാതെയാണെങ്കിലും ജ്ഞാനമില്ലാത്ത ആളെങ്കിലും അറിയാതെയാണെങ്കിലും തേ പവിത്രനാമ ഗൃണന്തി ആരാണ് അങ്ങയുടെ പരിശുദ്ധ നാമം ഉച്ചരിക്കണത് അന്ധകാലത്തിൽ വെച്ചാൽ മരിക്കുമ്പോൾ തേ അഭി അവരും യോഗേഹി അഭി യോഗങ്ങളാലും അധിഗമ്യാൻ പ്രാപിക്കപ്പെടുവാൻ യോഗ്യങ്ങളായ താൻ ലോകാൻ ഏവാ ഭജന്തു ആ ലോകങ്ങളെ തന്നെ ഭവിക്കട്ടെ. ഇവരെ കൊണ്ടുപോകാമെന്ന് മാത്രമല്ല ബ്രഹ്മാവ് പറഞ്ഞുള്ളൂ. ഏത് മനുഷ്യന്മാരാണ് മരണസമയത്തിൽ മാത്രം അതുവരെ ഒന്നും രാമനാമം ജപിച്ചില്ലെങ്കിലും മരണസമയത്തിൽ മാത്രമെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ഹേ രാമ അങ്ങയുടെ ഈ പാപങ്ങളെ മുഴുവൻ ഹരിക്കുന്ന രാമനാമത്തെ ആരാണ് ഉച്ചരിക്കണത് അവരും വലിയ യോഗീശ്വരന്മാരാൽ പോലും വലിയ യോഗീശ്വരന്മാരാൽ പ്രാപിക്കപ്പെടുവാൻ യോഗ്യങ്ങളായ ആ ലോകങ്ങളെ അങ്ങയുടെ നാമം ഉച്ചരിക്കുന്നവരൊക്കെ പ്രാപിക്കട്ടെ എന്ന്. അതായത് നിരന്തരം യോഗം അഭ്യസിക്കുന്നവരും അറിയാതെയാണെങ്കിൽ പോലും മരണസമയത്ത് രാമനാമം ഉച്ചരിക്കുന്നതും ഒരേ ലോകത്തിൽ തന്നെ എത്തുന്നു പറയാണ്. അത്ര പവർഫുള്ളാണ് രാമനാമം എന്ന്. വലിയ യോഗ ഈശ്വരന്മാരെ എത്തണം അതേ ലോകത്തിൽ. അത് അറിയാതെയാണെങ്കിലും ആരെങ്കിലും ഒരു രാമനാമം ജപിച്ചാൽ അവരും ആ സെയിം ലോകത്തിലെത്തും. ഒരേ ലോകത്തെ പ്രാപിക്കട്ടെ എന്നുള്ള ആ ബ്രഹ്മാവിൻ്റെ വചനം നമുക്കിപ്പോൾ കേട്ടാൽ രാമനാമ മാഹാത്മ്യം നമുക്ക് മനസ്സിലായില്ലോ അപ്പോൾ അല്ലേ. അതായത് ഭഗവാനോട് ഭക്തി ഉണ്ടായിട്ട് എപ്പോഴും നാമസങ്കീർത്തനം ചെയ്യുന്നവരും എല്ലാവരും ആ പരമപദത്തെ പ്രാപിക്കും എന്നുള്ളത് പറയണ്ടല്ലോ. ഒരു നാമം ജപിച്ചാൽ യോഗീശ്വരന്മാർ പ്രാപിക്കണ ലോകം എന്ന് പറഞ്ഞാൽ പിന്നെ ധാരാളം ജപിക്കണവരുടെ കാര്യം പറയാനില്ലല്ലോ. യേ ചാപിതേ രാമ പവിത്രനാമ ഗൃണന്തി മർത്യാലയ കാല ഏവ അജ്ഞാനതോ വാപി ഭവന്തു ലോകാസ്ഥാനേവ യോഗൈരപി ചാധിഗമ്യൻ. 62 തതോധിഹൃഷ്ടാ ഹരിരാക്ഷസാദ്യാഃ സ്പൃഷ്ട്വാ ജലം ത്യക്തകളേവരാസ്തേ പ്രഭേദിരേ പ്രാക്തനമേവ രൂപം യദംശജാ ഹൃക്ഷഹരീശ്വരാസ്തേ തതഃ അധിഹൃഷ്ടാഃ ഹരിരാക്ഷസാദ്യഃ. അതിനുശേഷം ഇതൊക്കെ കേട്ടിട്ട് വളരെ സന്തോഷിച്ച വാനരന്മാരും രാക്ഷസന്മാരും ജലം സ്പൃഷ്ട്വ ജലം തൊട്ടിട്ട് ത്യക്തകളേവരാഹയത്തെ അവരുടെ ത്യജിക്കപ്പെട്ട ശരീരത്തോടു കൂടി അതുവരെ ഉണ്ടായിരുന്ന ശരീരമൊക്കെ ത്യജിച്ചിട്ട് പ്രാക്തനം ഏവാ രൂപം മുൻപുണ്ടായിരുന്ന രൂപത്തെ തന്നെ പ്രഭേദിരെ പ്രാപിച്ചു. തേ ഹൃക്ഷ ഹരീശ്വരാഹ ആ ഹൃക്ഷന്മാരും വാനരവീരന്മാരും ഹരി എന്ന് പറഞ്ഞാൽ വാനരൻ എന്നുണ്ട് നമ്മൾ കണ്ടുല്ലോ. യദംശജാഹ യാതൊരുത്തരുടെ അംശത്തിൽ ജനിച്ചവരായിരുന്നുവോ. അതായത് അതിനുശേഷം വളരെ സന്തുഷ്ടന്മാരായിട്ടുള്ള ആ വാനരന്മാർ അവരൊക്കെ ഭഗവാന്റെ അവതാരത്തിൻ്റെ സമയത്ത് വേണമെന്ന് വിചാരിച്ച് ജനിച്ച ഋഷീശ്വരന്മാരും ദേവന്മാരുമാണ്. ഈ വാനരന്മാരൊക്കെ ഋഷീശ്വരന്മാരും ഭഗവാൻ അവതരിച്ച് ലീലകളാടുമ്പോൾ ഭഗവാനെ സേവിക്കാൻ വേണ്ടി ദേവന്മാരും ഈ ആകാശത്തിലത്തെ എല്ലാ ആൾക്കാരൊക്കെ എടുത്ത ദേഹങ്ങളാണ്. അതുകൊണ്ടാണ് അവരുടെ വാനരദേഹവും രാക്ഷസദേഹവും ത്യജിച്ചിട്ട് പഴയ പോലെ ദേവന്മാരായി. അതാണ് അതീവ സന്തുഷ്ടരായിട്ടുള്ള ആ വാനരന്മാരും രാക്ഷസന്മാരും സരയൂ നദിയിലെ ജലം തൊട്ടു എന്നിട്ട് പരിശുദ്ധന്മാരായിട്ട് അവരുടെ അതുവരെയുള്ള ശരീരം ഉപേക്ഷിച്ചിട്ട് അവരോരോരുത്തരും ഏത് ദേവന്മാരുടെ അംശങ്ങളിൽ നിന്നാണോ അവതരിച്ചത് ആ ദേവന്മാരെ സ്വസ്വരൂപം ആ ദേവന്മാർ തന്നെയായി തീരുകയും ചെയ്തു. തതോധിഹൃഷ്ടാ ഹരിരാക്ഷസാദ്യാഃ സ്പൃഷ്ട്വാ ജലം ത്യക്തകളേവരാസ്തേ പ്രഭേദിരേ പ്രാക്തനമേവ രൂപം യദംശജാ ഹൃക്ഷഹരീശ്വരാസ്തേ. എല്ലാവരും ഭഗവാനെ സേവിക്കാൻ വേണ്ടിയിട്ട് ദേവന്മാരും ഋഷിമാരും ഒക്കെ ശരീരം എടുത്തതാണ് ഈ ഇപ്പോൾ കൂടെ വന്ന എല്ലാവരും. അപ്പം അവരൊക്കെ ആ ശരീരം ത്യജിച്ച് സരയൂ നദിയിലത്തെ വെള്ളം തൊട്ട് ശരീരം ത്യജിച്ച് അവരുടെ സ്വസ്വരൂപം പൂണ്ടു. 63 പ്രഭാകരം പ്രാപ ഹരിപ്രവീര സുഗ്രീവ ആദിത്യജവീര്യവത്വാദ് തതോ വിമഗ്നാഃ സരയൂജലേഷു നരാഃ പരിത്യജ്യ മനുഷ്യദേഹം ആരുഹ്യ ദിവ്യാഭരണാ വിമാനം പ്രാപുശ്ചതേ സാന്തനികാഖ്യലോകാൻ. ഹരിപ്രവീര സുഗ്രീവ ആനന്മാരിൽ പ്രമുഖനായിട്ടുള്ള ആര്? സുഗ്രീവൻ. ആദിത്യജ വീര്യവത്വാദ് അതായത് ആദിത്യൻ്റെ മകനാണ് സുഗ്രീവനെ. അതുകൊണ്ട് ആദിത്യനിൽ നിന്ന് ഉണ്ടായ വീര്യം ഉള്ളതുകൊണ്ട്
പ്രഭാകരം സൂര്യനെ പ്രാപിച്ചു. സൂര്യലോകത്തേക്ക് പോയി സുഗ്രീവൻ, കാരണം സൂര്യൻ്റെ മകനാണ്. തതഃ സരയുജലേഷു, അനന്തരം സരയുജലത്തിൽ വിമഗ്നാഹ നരാഹ, ബാക്കി മനുഷ്യന്മാരൊക്കെ സരയുജലത്തിൽ മുങ്ങിയിട്ട് മനുഷ്യദേഹം പരിത്യജ്യ, മനുഷ്യന്മാരുണ്ടല്ലോ പിന്നെ ഇവരല്ലാണ്ടേ, അതായത് ലങ്കയിലൊന്നും ശ്രീരാമനെ സേവിക്കാത്ത അയോധ്യയിലത്തെ മനുഷ്യന്മാർ ആ സരയൂ നദിയിൽ മുങ്ങിയിട്ട് മനുഷ്യദേഹം ത്യജിച്ചിട്ട് ദിവ്യമായ ആഭരണങ്ങളോട് കൂടിയവരായിട്ട് വിമാനത്തിൽ കയറിയിട്ട് അവർ സാന്തനികാഖ്യ ലോകാൻ, സാന്തനികം എന്ന് പേരുള്ള പ്രശസ്തിയുള്ള ലോകത്തെ പ്രാപിച്ചു. അതായത് സുഗ്രീവൻ ആദിത്യൻ നിന്നുണ്ടായതായതുകൊണ്ട് സൂര്യനിൽ ലയിച്ചു. ബാക്കി ഇങ്ങനെ ഓരോരുത്തരും അവരൊക്കെ ദേവാംശമായി ജനിച്ചവരൊക്കെ ദേവന്മാരായി തീർന്നു. അതിനുശേഷം രാമൻ്റെ കൂടെ പോയിരുന്ന മനുഷ്യന്മാരൊക്കെ സരയൂ നദിയിൽ മുങ്ങിയിട്ട് ദേഹം ഉപേക്ഷിച്ചു. അവർ ഉടനെ ആ ദേഹം ഉപേക്ഷിച്ചപ്പോൾ പൊങ്ങിയപ്പോൾ അവർ ദിവ്യാഭരണങ്ങൾ ധരിച്ച ദിവ്യ ശരീരങ്ങളായിട്ട് വിമാനത്തിൽ കയറിയിട്ട് ആ സാന്തനികം എന്ന് പേരായിട്ടുള്ള ആ പുണ്യലോകത്തെ പ്രാപിച്ചു. പ്രഭാകരം പ്രാപഹരിപ്രവീര സുഗ്രീവ ആദിത്യജ വീര്യവത്വാ തതോ വിമഗ്നാ സരയൂജലേഷു നരാഹ പരിത്യജ്യ മനുഷ്യദേഹം ആരുഹ്യ ദിവ്യാഭരണാ വിമാനം പ്രാപുശ്ചതേ സാന്തനികാഖ്യലോകാൻ. 64-65 ഒന്നിച്ച തിര്യക് പ്രജാത അഭിരാമദൃഷ്ടാ ജലം പ്രവിഷ്ടാ ദിവമേവ യാതാഃ ദിദൃക്ഷവോ ജാനപദശ്ച ലോകാ രാമം സമാലോക്യ വിമുക്ത സംജ്ഞാഃ സ്മൃത്വാ ഹരിം ലോകഗുരും പരേശം സ്പൃഷ്ട്വാ ജലം സ്വർഗമവാപുരഞ്ജഃ. ഏതാവദേവോത്തരമാഹ ശംഭുഃ ശ്രീരാമചന്ദ്രസ്യ കഥാവശേഷം. തിര്യക് പ്രജാതാഃ, അതായത് ഈ മൃഗയോനികളിലൊക്കെ ജനിച്ചവരെ, മൃഗങ്ങളും പ്രാണികളൊക്കെ രാമനാൽ ദർശിക്കപ്പെട്ടവരും, രാമൻ അവരെയൊക്കെ കടാക്ഷിച്ചു. ജലം പ്രവിഷ്ട, ജലത്തെ പ്രവേശിച്ച്, ദിവം ഏവ സ്വർഗത്തെ തന്നെ യാത, അവരും അതെ, ഈവൻ പ്രാണികളും മൃഗങ്ങളും ഒക്കെ ഭഗവാന്റെ കടാക്ഷം ഏറ്റപ്പോൾ ആ വെള്ളത്തിലങ്ങനെ മുങ്ങിയപ്പോൾ അവരും ഒക്കെ സ്വർഗത്തിലേക്ക് പോയി. ദിദൃക്ഷവ, കാണാനാഗ്രഹിച്ച ജാനപദാഹ ലോക, ഗ്രാമനിവാസികളായ ജനങ്ങളും രാമം സമാലോക്യ, രാമനെ നോക്കി. അപ്പോൾ ആ സരയൂ നദിയുടെ തീരത്തുള്ള ആൾക്കാരൊക്കെ രാമനെ നോക്കി വിമുക്ത സംജ്ഞ, ബാഹ്യബോധം അവർക്ക് രാമനെ അങ്ങോട്ട് കണ്ടില്ലേ, അവർക്ക് ഈ ബാഹ്യം, ഈ ലോകത്തിലാണ് അവർ ജീവിക്കണം എന്നുള്ള ബോധം തന്നെ മറന്നു. അവർ ലോകഗുരും പരേശം ഹരിം സ്മൃത്വ, ലോകഗുരുവായിട്ടുള്ള പരമേശ്വരനുമായിട്ടുള്ള മഹാവിഷ്ണുവിനെ സ്മരിച്ചിട്ട് ജലം സ്പൃഷ്ട, അവിടെയുള്ള സരയൂ നദിയുടെ തീരത്ത് താമസിക്കുന്നവരൊക്കെ ജലം സ്പർശിച്ചിട്ട് അംജഹ സ്വർഗം അവാപു, അവിടെ ഉള്ളവരും അതായത് കണ്ടു നിൽക്കണവരൊക്കെ, കൂടെ പോയവരൊക്കെ പോയി എന്ന് പറഞ്ഞുവല്ലോ, അതിന് പുറമെ കൂടെ പോയ മൃഗങ്ങളടക്കം സ്വർഗത്തിലേക്ക് പോയി അവിടെ കണ്ടു നിൽക്കണ സരയൂ നദീ തീരത്ത് അവർക്കും ഭഗവാന്റെ ദർശനം കിട്ടി. അപ്പം അവർക്കും പുണ്യായി, അവരും സ്വർഗത്തിലേക്ക് പോയി. ശ്രീരാമചന്ദ്രന്റെ കഥാവശേഷം ശ്രീരാമചന്ദ്രൻ്റെ കഥാവശേഷം ഉത്തരം, അവശിഷ്ട കഥാഭാഗമായ ഉത്തരകാണ്ഡത്തെ ഏതാവത് ഇവ, ഇത്ര മാത്രമേ ശംഭു ആഹ ശിവൻ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ ശിവൻ ശ്രീപാർവതിയോട് പറഞ്ഞ കഥ അവസാനിക്കുകയാണ്. അതായത് രാമനെ അനുഗമിച്ചിരുന്ന മൃഗാദി വർഗങ്ങളും ഒക്കെ ശ്രീരാമ കടാക്ഷമേറ്റതിനാൽ സരയൂ നദിയിൽ ഇറങ്ങി അവരൊക്കെ സ്വർഗത്തിലേക്ക് പോയി. അത് കാണാൻ ഇടവന്ന അവിടുത്തെ ഗ്രാമനിവാസികളും ഭഗവാന്റെ കടാക്ഷം ലഭിച്ചതുകൊണ്ട് അവരും എല്ലാം മറന്ന്, ഈ ലൗകിക വിഷയങ്ങളൊക്കെ മറന്ന് നദീജലത്തെ മുങ്ങിയിട്ട് ഒരു വിഷമവും ഇല്ലാതെ അവരും സ്വർഗം പ്രാപിച്ചു. ഇങ്ങനെ ശ്രീരാമചന്ദ്രനെ സ്മരിക്കുക, അനുഗമിക്കുക, കാണുക, ഇങ്ങനെ ഏതെങ്കിലും വിധത്തിൽ ഭഗവാനായിട്ട് ബന്ധമുള്ളവർക്ക് മുഴുവന് പുണ്യ ലോകങ്ങളിലേക്ക് പോകാൻ സാധിച്ചു. ഇതോടെ ശ്രീരാമൻ്റെ കഥ ശ്രീ മഹാദേവൻ ശ്രീപാർവതിയോട് പറഞ്ഞത് കഴിഞ്ഞു എന്ന് പറയാണ്. 64-65 കൂടിയിട്ട് കേട്ടോ. തിര്യക് പ്രജാത അഭിരാമദൃഷ്ടാ ജലം പ്രവിഷ്ടാ ദിവമേവ യാതാഃ ദിദൃക്ഷവോ ജാനപദശ്ച ലോകാ രാമം സമാലോക്യ വിമുക്ത സംജ്ഞാഃ സ്മൃത്വാ ഹരിം ലോകഗുരും പരേശം സ്പൃഷ്ട്വാ ജലം സർഗമവാപുരഞ്ജഃ. ഏതാവദേവാത്തരമാഹ
ശംഭു ശ്രീരാമചന്ദ്രസ്യ കഥാവശേഷം. ഇനി 66. യ പാദമപ്യത്ര പഠേൽ സ പാപാദ്വിമുച്യതേ ജന്മസഹസ്രജാതാത് ദിനേ ദിനേ പാപചയം പ്രകുർവൻ പരോ പഠേന്നര ശ്ലോകമപീഹ ഭക്ത്യാ വിമുക്തസർവാഘചയ പ്രയാതി രാമസ്യ സാലോക്യമനന്യലഭ്യം. ഈ ഫലശ്രുതിയാണ്. അത്ര പാദം അഭി, ഈ ഇതിലെ ഒരു വാക്കാണെങ്കിലും മതി. യ പഠേൽ, ആരാണ് ഈ അധ്യാത്മരാമായണത്തിൽ ഒരു വാക്ക് പഠിക്കണ? സ, അവൻ ജന്മ സഹസ്രജാതാൽ പാപം, എത്രയോ ജന്മങ്ങൾ ചെയ്ത പാപത്തിൽ നിന്നും വിമുച്ചതേ, മുക്തനാകും. ദിനേ ദിനേ, ദിവസം തോറും പാപചയം, ദിവസം തോറും ദിനേ ദിനേ ചാൽ പാപചയം പ്രകുർവൻ നരഹ, അധികം പാപത്തെ ചെയ്യുന്ന മനുഷ്യൻ ഇഹ ശ്ലോകം അഭി, ഇങ്ങനെ എന്നും ഒരു പദം ആയാൽ തന്നെ പിന്നെ എത്രയോ ജന്മങ്ങളിൽ ചെയ്ത പാപം നശിച്ചിട്ട് മുക്തനാവും. എല്ലാ ദിവസവും ചെല്ലിയാൽ ഈ ഇതിലത്തെ ഒരു ശ്ലോകമെങ്കിലും ഭക്തിയായിട്ട് പഠിച്ചാൽ വിമുക്ത സർവാഘ ചയ, എല്ലാ പാപസമൂഹത്തിൽ നിന്നും മുക്തനായിട്ട് അനന്യലഭ്യം, ബാക്കിയുള്ളവർക്ക് ലഭിക്കാൻ സാധിക്കാത്തതായ രാമസ്യ സാലോക്യം, സാലോക്യം തന്നെ കിട്ടും. വൈകുണ്ഠ സാലോക്യമോക്ഷം കിട്ടുന്ന, സാലോക്യത്തെ പ്രയാതി കിട്ടുന്ന, പ്രയാണം ചെയ്യും. അതായത് ഈ രാമായണത്തിൽ ഒരു ശ്ലോകത്തിൻ്റെ 4/1 ഒരു പദം ചെല്ലിയാലും എത്രയോ ജന്മങ്ങൾ ചെയ്ത പാപത്തിൽ നിന്ന് മുക്തനാവും. ജന്മാന്തരകൃത പാപം പോട്ടെ, ഈ ജന്മത്തിൽ തന്നെ നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ മുഴുവൻ ഇതിലൊരു ശ്ലോകമെങ്കിലും ഭക്തിപൂർവം പഠിച്ചാൽ ഈ സർവ പാപ സമൂഹത്തിൽ നിന്നും മുക്തനായിട്ട് ബാക്കിയുള്ളവർക്ക് ലഭിക്കാൻ അങ്ങേയറ്റം പ്രയാസമുള്ളതായ രാമൻ്റെ സാലോക്യമുക്തി അല്ലെങ്കിൽ സാലോക്യമോക്ഷം ലഭിക്കും ഒരു ശ്ലോകം ചൊല്ലിയാൽ. ജന്മജന്മാന്തരങ്ങളിലുള്ള പാപം ഒരു പാദം ചൊല്ലിയാൽ, ഒരു വരി, ഈ ജന്മം ചെയ്ത പാപം കഴിഞ്ഞ് ഒക്കെ നശിച്ചിട്ട് ഒരു ശ്ലോകം ചൊല്ലിയാൽ വൈകുണ്ഠം തന്നെ പ്രാപിക്കും, സാലോക്യം. യപ്പാദമപ്യത്ര പഠേൽ സ പാപാദ്വിമുച്യതേ ജന്മസഹസ്രജാതാ ദിനേ ദിനേ പാപചയം പ്രകുർവൻ പഠേന്നരശ്ലോകമപീഹ ഭക്ത്യാ വിമുക്തസർവാഘചയ പ്രയാതി രാമസ്യ സാലോക്യമനന്യലഭ്യം. ആഖ്യാനമേതദ് രഘുനായകസ്യ കൃതം പുരാ രാഘവചോദിതേന മഹേശ്വരേണാപ്തഭവിഷ്യദർത്ഥം ശ്രുത്വാ തു രാമ പരിതോഷമേതി. രാഘവചോദിതന, രാഘവനാൽ പ്രേരിക്കപ്പെട്ട മഹേശ്വരൻ, അല്ല ശിവനെ, മഹേശ്വരേണ പരമേശ്വരനാൽ ആപ്ത ഭവിഷ്യദർത്ഥം, അതായത് ഈ പിന്നെ എന്താണ് പ്രേരിപ്പിക്കേണ്ട ഈ സംഭവിക്കാൻ പോകുന്ന കാര്യത്തോടു കൂടിയ, അതായത് ഭവിഷ്യൽ കാര്യം, ഇനി വരാൻ പോണ കാര്യത്തോടു കൂടിയ രഘുനായകസ്യ ഏതദാഖ്യാനം, രാമൻ്റെ ഈ കഥയെ ശ്രുത്വ ശ്രവിച്ചിട്ട് രാമൻ പരിതോഷം ഏതി, സന്തോഷത്തെ പ്രാപിക്കും. എന്താ പറഞ്ഞാൽ ശ്രീരാമനുള്ള ഭക്തി കൊണ്ടാണ് ശിവൻ ഈ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ കൂടി അടങ്ങിയിരിക്കുന്ന ഈ ശ്രീരാമ കഥയെ ലോകാനുഗ്രഹത്തിനായിട്ട് കീർത്തിച്ചതേ. ഇതിനെ ലോകത്തിലെ ഏതൊരാളാണ് വായിക്കുക കേൾക്കുക ചെയ്യണ അവനിൽ ശ്രീരാമൻ പ്രസാദിക്കും. അതിനാൽ അവന് സർവ അഭീഷ്ടവും മുക്തിയും ലഭിക്കും എന്നാണ് പറഞ്ഞേട്ടോ. ഇനി 68, 69, 70 അതൊക്കെ ഇങ്ങനെ ഫലശ്രുതി പോലെ. രാമായണം കാവ്യമനന്ത പുണ്യം ശ്രീ ശങ്കരേണാഭിഹിതം ഭവാന്യൈ ഭക്ത്യാ പഠേദ്യ ശൃണുയാൽ സപാപൈർ വിമുച്യതേ ജന്മശതോദ്ഭവൈച്ച. എന്താ പറഞ്ഞ, ശ്രീ ശിവൻ പാർവതിക്ക്, ശ്രീ ശങ്കരേണാഭിഹിതം അല്ലെ ഭവാനിക്ക് വേണ്ടിയിട്ട്, ഭവാന്യൈ ശ്രീ ശിവൻ പാർവതീദേവിയോട് അരുളി ചെയ്തതും, അതായത് പരിമിതമല്ലാത്ത അല്ലെങ്കിൽ അപരിമിതമായ പുണ്യത്തെ നൽകുന്നതുമായ രാമായണ കാവ്യത്തെ ഏതൊരാളാണ് ഭക്തിപൂർവം കീർത്തിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നത് അവന് ബഹു ജന്മജന്മാന്തരങ്ങളിൽ ചെയ്ത പാപങ്ങളിൽ നിന്ന് അവൻ മുക്തനായി ഭവിക്കും. എല്ലാതാണ് കേട്ടോ. ഇനി 69. അധ്യാത്മരാമം പഠതശ്ച നിത്യം, അധ്യാത്മരാമം പഠതശ്ച നിത്യം ശ്രോതുശ്ച ഭക്ത്യാ ലിഖിതുശ്ച രാമഃ അതിപ്രസന്നശ്ച സദാ സമീപേ സീതാസമേത ശ്രിയമാതനോതി. ഈ അധ്യാത്മരാമായണത്തെ പ്രതിദിനം എല്ലാ ദിവസവും
പഠനശ്ച നിത്യം അല്ലെ, പ്രതിദിനം കീർത്തിക്കുകയോ കേൾക്കുകയോ എഴുതുകയോ, ലിഖിതുശ്ച ശ്രോതുശ്ച ഭക്തിയ ലിഖിതുശ്ച, അതിനെ എഴുതുകയോ ചെയ്യുന്ന മനുഷ്യനെക്കുറിച്ച് മനുഷ്യനിൽ രാമൻ അങ്ങേയറ്റം പ്രീതനായിട്ട് അല്ലെങ്കിൽ പ്രസാദിച്ചിട്ട് എപ്പോഴും ആ ഭക്തന്റെ സമീപത്ത് തന്നെ വസിച്ച് സമ്പൽ സമൃദ്ധി തന്നെ ശ്രീയമാതനോതി, എല്ലാ സമ്പൽ സമൃദ്ധിയും നൽകും. ഇത് എഴുതിയാലും മതി, വായിച്ചാലും മതി, കേട്ടാലും മതി. ഈ അധ്യാത്മരാമായണം. അധ്യാത്മരാമം പഠതശ്ച നിത്യം ശ്രോതുശ്ച ഭക്ത്യാ ലിഖിതുശ്ച രാമ അതിപ്രസന്നശ്ച സദാ സമീപേ സീതാസമേത ശ്രീയമാതനോതി. അവസാനത്തെ ശ്ലോകമാണ്. നമ്മൾ ഇത് കൂടി ചൊല്ലി നിർത്താം. ഇതോടെ നമ്മുടെ അധ്യാത്മരാമായണം, വ്യാസൻ്റെ അധ്യാത്മരാമായണം 2 വോള്യമുള്ളത് ഈ ഒരു ശ്ലോകത്തോടു കൂടി കഴിയാണ്. അത് വായിച്ചിട്ട് നമുക്ക് ഭഗവാനെ അങ്ങേയറ്റം നന്ദിയോടുകൂടിയും സ്നേഹത്തോടുകൂടി നമസ്കരിച്ചിട്ട് നമുക്ക് ഇതൊന്ന് വായിക്കാനും പറയാനും കേൾക്കാനും ഒക്കെ ഒരവസരം ഉണ്ടാക്കി തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്താം. രാമായണം ജനമനോഹരമാദികാവ്യം ബ്രഹ്മാദിഭി സുരവരൈരഭി സംസ്തുതം ച ശ്രദ്ധാന്വിത പഠതയ ശൃണുയാതു നിത്യം വിഷ്ണോഹ പ്രയാതി സദനം സവിശുദ്ധദേഹ. ബ്രഹ്മാവ് മുതലായ സുരവരൈ ദേവശ്രേഷ്ഠന്മാരാൽ കൂടിയും സംസ്തുതം നന്നായി സ്തുതിക്കപ്പെടുന്നതും ജനമനോഹരം ജനങ്ങളുടെ മനസ്സിനെ ആകർഷിക്കുന്നതുമായ ഈ ആദികാവ്യം ശ്രദ്ധായുക്തനായിട്ട് നിത്യം യാ പഠതി, ആരാണ് പഠിക്കുകയും ശ്രവിക്കുകയും ചെയ്യണ വിശുദ്ധദേഹാസ, ആ പരിശുദ്ധമായ ദേഹത്തോടുകൂടി അവൻ വിഷ്ണോഹ സദനം വിഷ്ണുവിൻ്റെ സ്ഥാനത്തെ പ്രയതി. അതുതന്നെയാണ് ബ്രഹ്മാദിദേവശ്രേഷ്ഠന്മാരു കൂടി സ്തുതിക്കുന്നവനും ജനങ്ങളുടെ മനസ്സിനെ ആനന്ദിപ്പിക്കുന്നതും ആദികാവ്യവുമായ ഈ രാമായണത്തെ ആരാണ് ശ്രദ്ധയോടുകൂടി വായിക്കുകയോ പഠിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നത്, അവർക്ക് അന്ധകരണം പരിശുദ്ധമായിട്ട് അവൻ ശ്രീ വിഷ്ണുവിൻ്റെ സ്ഥാനത്തെ പ്രാപിക്കും. അതൊന്നും കൂടി വായിക്കാം. രാമായണം ജനമനോഹരമാദികാവ്യം ബ്രഹ്മാദിഭി സുരവരൈരഭി സംസ്തുതം ച ശ്രദ്ധാന്വിത പഠതയ ശൃണുയാതു നിത്യം വിഷ്ണോഹ പ്രയാതി സദനം സവിശുദ്ധദേഹ. ഇതി ശ്രീമദാധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ ഉത്തരകാണ്ഡേ 9 സർഗഃ സമാപ്തം. അധ്യാത്മരാമായണം സമാപ്തം. ശുഭം ഭൂയാത്. നമുക്ക് ഭഗവാനോട് രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാഹ പതേ നമ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. ഞങ്ങൾക്കിത് കേൾക്കാനും പറയാനും വായിക്കാനും അവസരം തന്നതിന് ഭഗവാനും എല്ലാ ദേവന്മാർക്കും ശ്രീരാമചന്ദ്ര ഭഗവാനും ഗുരുവായൂരപ്പനും എല്ലാവരെയും നമുക്ക് നമസ്കരിക്കാം. ഈശ്വര സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സമസ്താപരാധം ക്ഷമസ്വമേ യദക്ഷരം പദഭ്രഷ്ടം മാത്രാഹീനം ദ്വയദ്ഭവേത് തത്സർവം ക്ഷമ്യതാം ദേവ പ്രസീദ ജനാർദ്ദന. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യത്പൂജിതം മയാ ദേവാ പരിപൂർണം തദസ്തു തേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. ഗുരുവായൂരപ്പ ശരണം.